ആത്മീയത എന്ന് പറയുന്നത് ഒരു പച്ചസാലെടുത്ത് ചുമലിലിടലല്ല. അതുകൊണ്ട് പച്ചസാലിട്ടവരൊക്കെ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു വലിയ സാലിട്ടത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. അല്ലെങ്കിൽ ഒരു കറുത്ത കുപ്പായം ധരിച്ചാൽ അതുകൊണ്ട് ആത്മീയമുള്ളവനാകൂല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു തൊപ്പിയും തലേക്കെട്ടും വെച്ചത് കൊണ്ട് ഒരാൾ ആത്മീയതയുള്ളവനാകൂല. ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ വേഷം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ബോഡിയിലേക്കല്ല, നിങ്ങളുടെ ഡ്രസ്സിലേക്കല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ്. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചിന്ത എന്താണ്? ഭൗതിക താല്പര്യമാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാന്മാരായി ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, ആ ആളുകളുടെ പേരിൽ ഉപജീവനത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും വേഷം കെട്ടുന്ന പലരും ഇല്ലയോ? ഞാനിപ്പോൾ ഇതിന്റെ ബാക്കിൽ അതേ ഉസ്താദിന്റെ മകനുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുണ്ടൂർ ഉസ്താദ് പ്രത്യേകം ഒരാളെയും ഒരു ഖലീഫയായി പ്രതിനിധിയായി നിശ്ചയിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയണം. ഉസ്താദ് അവറുകൾ ഏറ്റവും സ്നേഹിച്ചത് ആലിമീങ്ങളെയാണ്, ആലിമീങ്ങളെ ഉപദേശമാണ്, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനാണ്. ഏതെങ്കിലും വിവരമില്ലാത്തവർ അത്തരത്തിലുള്ള വേഷം കെട്ടിയിട്ട് മറ്റ് ആലിമീങ്ങളെ കുറ്റം പറയുകയോ തെറി പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുണ്ടൂർ ഉസ്താദ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല, സാലിഹീങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേര് പറഞ്ഞു, അതുപോലെ പലരുടെയും പേര് പറഞ്ഞ് ആത്മീയത ചമയുന്ന പലരുമുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. വളരെയേറെ അപകടം പിടിച്ചതാണ് അത്തരം കാര്യങ്ങൾ. ആത്മാവെന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ അതാ അല്ലാഹു മലക്കുകൾ മുഖേന നിക്ഷേപിച്ച ഒരു സംഗതിയാണ് റൂഹ്. ആത്മാവ്, ശരീരം, ഇങ്ങനെ രണ്ട് ഘടകമുണ്ട് നമുക്ക്. ശരീരമെന്ന് പറയുന്നതിൻ്റെ പ്രായം നമുക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 66ഓളം വയസ്സുണ്ട്. ആ പ്രായത്തിന്റെ അർത്ഥം എൻ്റെ ശരീരം ഭൂമിയിലേക്ക് വന്നിട്ടുള്ള കൊല്ലമാണ്. എൻ്റെ ആത്മാവിൻ്റെ പ്രായം 66 660. അത് മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യപ്പെട്ടവരാണ്. അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദ്യം ചെയ്യപ്പെട്ടവരാണ് ആത്മാക്കൾ. ആത്മാക്കൾ അതിൻ്റെ എത്രയോ മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ആത്മാവാകുന്ന ഡ്രൈവർ ഈ ശരീരമാകുന്ന ബോഡിയിലേക്ക് മലക്കുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അങ്ങനെ ആ ബോഡിയുമായി ആ ആത്മാവ് ഇണങ്ങുന്നു. അങ്ങനെ വന്ന ആ ആത്മാവും ശരീരവും ഒന്നിച്ച് ഭൂമിയിലേക്ക് ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം ഈ ഭൂമിയുമായി ഒന്ന് ഇണങ്ങാനുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പ്രത്യേകമായ കൽപ്പനകളൊന്നും നൽകാതെ, വിരോധങ്ങളൊന്നും നൽകാതെ, ബുദ്ധി വളരുന്ന സമയം വരെ, പ്രായപൂർത്തി എത്തുന്ന സമയം വരെ അല്ലാഹു തആല പ്രത്യേക സംരക്ഷണത്തിൽ വളർത്തുകയാണ്. അങ്ങനെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കൽ നിർബന്ധമായി വരുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയുള്ള പരിശീലനം അതിനു മുമ്പ് തന്നെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ 7 വയസ്സിൽ തന്നെ നിസ്കാരം കൊണ്ട് നിർബന്ധിക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം, നിസ്കരിപ്പിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തണം എന്നെല്ലാം പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ? കുട്ടിക്കാലം മുതലേ നല്ല ശീലം പരിചയിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു കല്യാണ വീട്ടിൽ പോയി. കണ്ണൂർ ജില്ലയിലാണ്. കുറെ ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ നല്ല ഡ്രസ്സിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആ ചെറിയ പെൺകുട്ടികളൊന്നും പ്രായമായ കുട്ടികളല്ല, അല്ലെങ്കിൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായത്തിൽ എത്തിയിട്ടില്ല.
അതുകൊണ്ട് ആ കുട്ടികളെ തൊട്ടാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ കുട്ടികൾ എനിക്ക് കൈ കാണിച്ചപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, കുട്ടിക്കാലത്തെ അങ്ങനെ അന്യപുരുഷന്മാർക്ക് കൈ കൊടുത്ത് നടപ്പാക്കണ്ട, അങ്ങനെ പരിചയിക്കണ്ട. ഞാനിത് പ്രത്യേകം പറയുകയാണ്. നമ്മുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം. കുട്ടികളെ ചെറുപ്പത്തിലെ ദീനിന്റെ ചിട്ടയിൽ വളർത്തണം, ദീനിന്റെ ചിട്ടയിൽ പരിശീലിപ്പിക്കണം. ചെറിയ പെൺകുട്ടികളെ എത്ര വലിയ മുസ്ലിയാര് വന്നാലും അദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്ത് പരിശീലിപ്പിക്കരുത്. അല്ലെങ്കിൽ വളരെ ചെറിയ മക്കളായിരിക്കണം. 1, 2, 3 കൊല്ലം കഴിയുമ്പോ അതാ കണ്ടാൽ ആശിക്കപ്പെടുന്ന, തൊട്ടാൽ ഒതുമുറിയുന്ന പ്രായത്തിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ ഇപ്പോൾ നമ്മളത് ശീലിപ്പിച്ചാൽ പിന്നീട് നമുക്ക് അത് ബന്ദ് ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ആ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന റിസാല, ആ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന സന്ദേശം ഇതൊരു ആവശ്യമാണ് എന്നതാണ്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, അതേ കല്യാണ വീട്ടിൽ തന്നെ കണ്ടാൽ നല്ല ഭംഗിയുള്ള ആൺകുട്ടികൾ, മീശയും താടിയും മുളക്കാത്ത ആൺകുട്ടികൾ വന്ന് എനിക്ക് കൈ തന്നപ്പോൾ ഞാൻ അവർക്ക് കൈ കൊടുക്കാതെ അവരെ വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മുടിയുടെയോ മേലെ കൈവച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. കാരണം അത്തരത്തിലുള്ള കുട്ടികൾക്ക് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ വിവരിക്കാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു തുടങ്ങി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുതൽക്ക് ആ മദ്ഹബിൽ കഴിഞ്ഞുപോയ ഏതൊക്കെ പ്രഗൽഭരായ ഇമാമിങ്ങളുണ്ടോ അവരെല്ലാം കിതാബ് എഴുതിയത് ഹറാം ഇന്നതാണ്, ഹലാൽ ഇന്നതാണ്, വുജൂബ് ഇന്നതാണ്, സുന്നത്ത് ഇന്നതാണ്, കറാഹത്ത് ഇന്നതാണ്, ഖിലാഫുൽ ഔല ഇന്നതാണ് എന്ന് വിവരിക്കാനാണല്ലോ. അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ആ ഇമാമിങ്ങളാണ് ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രമുഖന്മാർ, ഏറ്റവും വലിയ പ്രഗൽഭന്മാർ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ടവർക്ക് ഒരു അഭിപ്രായമുണ്ടായിരുന്നു. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നു. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അത്യാവശ്യത്തിനല്ലാതെ അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കൽ തന്നെ ഹറാമാണെന്ന പക്ഷക്കാരനാണ്. അന്യ പെൺകുട്ടികളെ നോക്കുന്നത് പോലെയാണ് എന്ന അഭിപ്രായക്കാരനാണ്. വികാരമില്ലെങ്കിലും ഹറാമാണെന്ന് അവിടുന്ന് അഭിപ്രായപ്പെട്ടു. അതിന്റെ പേരിൽ ഒരു പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ അടച്ച് ആക്ഷേപിച്ച് സംസാരിച്ചതിനാൽ ആ മഹാനായ പണ്ഡിതന്റെ മയ്യിത്ത് കിടത്തിയ സ്ഥലത്ത് ഒരു ചെറിയ പൂച്ചയെ പോലുള്ള മൃഗം ഓടി വന്ന് വായ പിളർന്ന് നാവ് കടിച്ചു കൊണ്ടുപോയതായി ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയതായി കാണാം. സൂക്ഷ്മതയോടെ ജീവിക്കുന്ന പണ്ഡിതന്മാർ അവര് സൂക്ഷ്മമായ നിലയ്ക്ക് വിഷയങ്ങൾ പറയുമ്പോ പണ്ഡിതന്മാരോട് പ്രതിഷേധമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്താനുള്ള, ഞാനൊരു വലിയവനാണെന്ന് തോന്നാനുള്ള പരിപാടിയല്ല. ഞാൻ നേരത്തെ തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബ് പറഞ്ഞല്ലോ. അതിൽ മഹാനവറുകൾ വിവരിക്കുന്നതൊക്കെ മഹതികളായ സ്ത്രീകളുടെ കറാമത്തും അവരുടെ മഹത്വങ്ങളുമാണ്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു, ഓ സ്ത്രീകളെ, നിങ്ങളിത് കണ്ടിട്ട്
എനിക്കും കറാമത്ത് വേണമെന്ന് മനസ്സിലാക്കി നിങ്ങളാരും ഒരു സൽക്കർമ്മവും ചെയ്യല്ലേ. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് അംഗീകാരം വേണമെന്ന് കരുതരുത് എന്നല്ല, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ബഹുമാനം വേണമെന്ന് കരുതരുത് എന്നല്ല, മറിച്ച് അസാധാരണമായ സംഭവങ്ങൾ നേരത്തെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു, ഉമർ ഖാലിക്ക് സംഭവിച്ചത് നമ്മൾ പറഞ്ഞു. അതുപോലെ എനിക്കും കുറെ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രകടമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സൽക്കർമ്മവും ചെയ്യാൻ നിങ്ങൾ തുനിഞ്ഞു പോകല്ലേ. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള അമലല്ല, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ബഹുമാനവും കിട്ടാൻ വേണ്ടിയുള്ള അമലായി പോയി. അത് അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹ് നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർത്താൽ അള്ളാഹു അത് വലിച്ചെറിയും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അവന് വലിയ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ കുറെ അത്ഭുതങ്ങൾ കാണണം എന്ന നിലക്ക് പ്രവർത്തിച്ചു പോകല്ലേ എന്ന് തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതായി കാണാം. ചിലർക്കൊക്കെ വേണ്ടത് കുറെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രകടമായി, ആളുകളൊക്കെ എന്നെ വന്ന് വളയണം, എനിക്ക് വന്ന് കൈതരണം, എന്നെ ബഹുമാനിക്കണം, എൻ്റെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന ചിന്ത ഈമാൻ കെടുത്തുന്ന ചിന്തയാണ്, ഇഖ്ലാസില്ലാത്ത ചിന്തയാണ്, ആഖിറം നഷ്ടപ്പെടുന്ന ചിന്തയാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. റബ്ബ് പറഞ്ഞില്ലേ, അവരോട് കൽപ്പിക്കപ്പെട്ടത് പൂർണ്ണമായും വണക്കം അള്ളാഹുവിനെ മാത്രം തനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ഒരിക്കലും അത്ഭുതം കാണണമെന്ന നിലയ്ക്ക് പ്രവർത്തിച്ചുകൂടാ. ഇതുപോലെ ജനങ്ങൾ ബഹുമാനിക്കണമെന്ന് മനസ്സിലാക്കി ജനങ്ങൾ എന്നെ ഒരു വലിയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ ഖലീഫയാണെന്നോ ധരിക്കണമെന്ന നിലക്കുള്ള വേഷം കെട്ടുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കടുത്ത തെറ്റും അതിന്റെ പുറമെ സമൂഹത്തെ ചതിക്കുന്ന ചതിയന്റെ ഏർപ്പാടുമാണ്. ചതിക്കുന്നവൻ ഒരിക്കലും തന്നെ മൻ ഖസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അത് ഈമാൻ കാര്യത്തിൽ ആറാമത്തേതാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ. പക്ഷേ അവന്റെ കൊടുതിയാണ് സൃഷ്ടികൾ മുഖേന അവൻ നൽകുന്നത്. ഗവൺമെന്റ് മുഖേന കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നു എന്ന് പറയും. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടത് അല്ലാഹ് തന്നതാണ്. ഇതേപോലെ പണക്കാരൻ തന്നു എന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട് അത് അല്ലാഹു തന്നതാണ്. പണക്കാരൻ ഒരു മധ്യവർത്തി മാത്രമാണ്. ഇതുപോലെ ഏത് വ്യക്തിയിൽ നിന്ന് കിട്ടിയാലും, ഏത് വലിയിൽ നിന്ന് കിട്ടിയാലും, നബിയിൽ നിന്ന് കിട്ടിയാലും, മലക്കിൽ നിന്ന് കിട്ടിയാലും അവരൊക്കെ നൽകിയെന്ന് നമ്മൾ പറയും. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. യഥാർത്ഥത്തിൽ എല്ലാ സഹായവും അല്ലാഹുവിങ്കൽ നിന്നാണ്. അവന്റെ സൃഷ്ടികൾ മുഖേന ചിലപ്പോൾ അവൻ നൽകുന്നു, ചിലപ്പോൾ അവൻ ഡയറക്റ്റ് നൽകുന്നു. ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഹിദായത്തിന്റെ വെളിച്ചമാണല്ലോ. ആ വെളിച്ചം മഹാന്മാര് മുഖേന റബ്ബ് നൽകാറുണ്ട്. അതേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇന്നക ലതഹ്ദീ
നിശ്ചയം തങ്ങൾ സന്മാർഗം നൽകുന്ന ആളാണ് എന്ന് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ ഖുർആൻ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവാണ് സന്മാർഗത്തിലാക്കുന്നത്, അവൻ ഉദ്ദേശിച്ചവരെ. നബിയെ തങ്ങളല്ല എന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല. കാരണം സന്മാർഗം പടച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. കാരണമായി പ്രവർത്തിച്ചുകൊണ്ട് ഹിദായത്ത് നൽകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ട് വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു സമയത്ത് ബാർബർ ഷോപ്പിൽ കയറി ബാർബറോട് പറഞ്ഞു, മോനെ, പടച്ചവന്റെ പൊരുത്തം കരുതി മുടിയൊന്ന് കളഞ്ഞു തരണം, അല്ലെങ്കിൽ വെട്ടിത്തരണം. ബാർബർ ഇരിക്കൂ എന്ന് പറഞ്ഞു. മുടി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭരണാധികാരി ആ സമീപത്ത് കൂടെ പോവുകയാണ്. അബൂ തുറാബിൻ നഖ്ശബി തങ്ങളെ കണ്ടപ്പോ ഭരണാധികാരിക്ക് പെട്ടെന്ന് പോകണം, ഒരു ഹദിയ കൊടുക്കണമെന്ന് മനസ്സിലാക്കി. അബൂ തുറാബിൻ നഖ്ശബി തങ്ങൾക്ക് കൊടുക്കാൻ ഒരു ഹദിയ ഒരാളെ ഏൽപ്പിച്ചു. ഭരണാധികാരി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പോയി. മുടി വെട്ടിക്കഴിഞ്ഞപ്പോ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അബൂ തുറാബിൻ നഖ്ശബി തങ്ങൾക്ക് അത് കൊടുത്തു. മഹാനവറുകൾ അത് ബാർബർക്ക് കൊടുക്കാൻ പറഞ്ഞു. രാജാവിന്റെ ഹദിയ ചില്ലറയൊന്നാവൂല. അത് ബാർബർക്ക് കൊടുക്കാൻ പറഞ്ഞു. ബാർബർ പറഞ്ഞു, ഞാൻ വാങ്ങൂല, എനിക്ക് പറഞ്ഞത് തന്നെ കിട്ടണം. പറഞ്ഞതെന്തായിരുന്നു? അള്ളാന്റെ പൊരുത്തം കരുതിയിട്ട് മുടിയെട്ടി തരുമെന്ന് പറഞ്ഞു. എനിക്ക് അത് തന്നെ കിട്ടണം, ഇത് പറ്റൂല, ഇത് ഞാൻ വാങ്ങൂല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നീ രാജാവിന് തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് പറയണം, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിനാണ് പാലം കെട്ടേണ്ടതും റോഡ് ഉണ്ടാക്കേണ്ടതും ഒക്കെ, അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ തന്നിരിക്കുന്നു എന്ന് പറയണം. ഞാൻ സ്വീകരിച്ചു എന്നും പറയണം, ഞാൻ തള്ളിയിട്ടില്ല, ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ തന്നു, പൊതു ആവശ്യത്തിന് ചെലവഴിക്കാനെന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ അബൂ തുറാബിൻ നഖ്ശബി തങ്ങള് മസ്ജിദുൽ ഹറാമിൽ വന്ന് കഅബത്തിന്റെ സമീപത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, സംഭാവന വേണം, സംഭാവന വേണം, സംഭാവന വേണം. മഹാനായ കുണ്ടൂർ ഉസ്താദ് അങ്ങനെ സംഭാവന വാങ്ങാറുണ്ട്. സ്വന്തം ആവശ്യത്തിനല്ലേ, എത്തിക്കുട്ടികളെ പോരാനാ, ദീനീ പ്രവർത്തനത്തിനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിനാണ്, ദീനിന്റെ പ്രവർത്തനത്തിനാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ മഹാനവറുകൾ സ്ഥാപിച്ച സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, അതുപോലെ അനാഥ മക്കൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം, ചെലവ് കൊടുക്കണം. പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ ഒരു കൊല്ലത്തെ ഒരു കുട്ടിയുടെ ചെലവിന് ഏകദേശം കണക്കാക്കി 25,000 ഉറുപ്പിക വീതം ഏറ്റെടുക്കാറുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ ഏറ്റെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ഏറ്റെടുക്കുന്നവർക്കൊക്കെയും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.